ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ വീട്ടിലെങ്ങനെ പനീർ തയ്യാറാക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ ഒരു 2 ലിറ്റർ പാലാണ് ഞാനിവിടെ എടുക്കുന്നത്. 2 ലിറ്റർ പാൽ നന്നായി തിളപ്പിക്കാനായിട്ട് വെക്കാം. പാല് നന്നായിട്ട് തിളയ്ക്കണം. അപ്പം നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം ബാക്കിയുള്ള പ്രോസസ്സ് നമുക്ക് ചെയ്യാനായിട്ട്. പാല് നന്നായിട്ട് തിളയ്ക്കണം. അങ്ങനെ പാൽ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ പാലിനെ ലോ ഫ്ലെയിമിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് വിനാഗിരി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിച്ച് കൊടുത്തു കഴിയുമ്പം നമുക്ക് പാല് പിരിഞ്ഞ് നന്നായി കിട്ടും. അത് നമുക്ക് ഒരു അരിപ്പ വെച്ച് ഒരു കോട്ടൺ ക്ലോത്ത് ഇട്ട് നമുക്കിതിനെ നന്നായിട്ട് അരിച്ച് വെള്ളം ഇതിനകത്തുനിന്ന് നമുക്ക് മാറ്റിയെടുക്കാം. ഇതിന് ശേഷം ഇതിലേക്ക് അല്പം പച്ചവെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് കഴുകാം. വിനാഗിരിയുടെ ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഈ ക്ലോത്ത് കൊണ്ട് ഇതിനെ നന്നായി കെട്ടി വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലൊരു വെയിറ്റ് വെക്കുക. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് 10 മിനിറ്റ് തണുപ്പിച്ചതിന് ശേഷം എടുത്തതാണ് ഞാനിത്. എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. പിന്നെ നമുക്കിതിനെ നമ്മുടെ ആവശ്യാനുസരണം ഷേപ്പ് അനുസരിച്ച് കട്ട് ചെയ്ത് എടുക്കാം. ഞാനിപ്പോൾ നോർമൽ ഒരു പാത്രത്തിൽ വെച്ച് തണുപ്പിച്ചെടുത്തുകൊണ്ടാണ് ഈ ഷേപ്പിലിരിക്കുന്നത്. നിങ്ങൾക്കിത് കറക്റ്റായിട്ട് റൗണ്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള പാത്രം, റൗണ്ടാണെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള പാത്രം, സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള പാത്രത്തിൽ വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് പനീറിനെ എടുക്കാവുന്നതാണ്. ഈ വീഡിയോയിൽ കാണുന്നത് എത്രമാത്രം നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആക്ച്വലി ഈ നമ്മൾ ഹോം മെയ്ഡ് പനീർ ഭയങ്കര സോഫ്റ്റാണ്. അപ്പം ഇനി ഈ സോഫ്റ്റായിട്ടുള്ള ഈ ഹോം മെയ്ഡ് പനീർ കൊണ്ട് നമുക്ക് തവ ഫ്രൈ ഉണ്ടാക്കാം. അതിനായിട്ട് വേണ്ട സാധനങ്ങൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, അല്പം മല്ലിപ്പൊടി, അല്പം നാരങ്ങ നീര്, ഉപ്പ്, വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടി പനീറിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി നമ്മൾ 10 മിനിറ്റ് ഇതിനെ മാറ്റി വെക്കണം. അതിനുശേഷം നമുക്ക് തവ ചൂടാക്കി ഇതിനെ തവ ഫ്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീറിൻ്റെ ഓരോരോ പീസുകളായിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ഇത് നമ്മളിവിടെ എടുത്തേക്കുന്നത് ഹോം മെയ്ഡ് പനീറാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ പനീർ ഓൾറെഡി നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധിക നേരം ഇതിനെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യം ഇല്ല. നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന പനീറല്ല. അപ്പോൾ അധിക നേരം നമ്മളിതിനെ ഫ്രൈ ചെയ്യരുത്. നമ്മൾ അല്പനേരം ഫ്രൈ ചെയ്ത് എല്ലാ സൈഡും തിരിച്ചിട്ട് നമ്മൾ ഇതിനെ എടുക്കുക. അങ്ങനെ നമ്മുടെ പനീർ തവ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിനെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം സവോളയും പച്ചമുളകും ഒക്കെ വെച്ച് ഗാർണിഷ് ചെയ്ത് നിങ്ങൾക്കിത് വിളമ്പാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.